എൻ്റെ പേര് സുഷമ. ഞാൻ ഹിന്ദുവാണ്. ഞാൻ ഉടമ്പടി എടുക്കുവാൻ ഉണ്ടായ കാരണം, പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ വലതുകാലിൻ്റെ കുഴ തളർന്നു പോയി താഴോട്ട് വീണു. പിന്നെ ഞാൻ എപ്പോൾ നടക്കുമ്പോഴും പെട്ടെന്ന് വീണു പോകും. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, എനിക്ക് കൃപാസനത്തിലെത്തുവാൻ എൻ്റെ കാല് തളർന്നു പോകാതെ വീണു പോകാതെ എന്നെ അവിടെ വരെ എത്തിക്കണമെന്ന്. ഞാൻ ഇവിടെ എത്തും വരെയും എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആ വന്ന അന്ന് തന്നെ അരമണിക്കൂറിനുള്ളിൽ എൻ്റെ കാലിൻ്റെ കുഴപ്പം പാടെ മാറി. അത് ഇന്ന് വരെയും എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു 20 വർഷത്തോളമായിട്ട് എനിക്ക് ഉറങ്ങാൻ അറിയില്ലായിരുന്നു, ഉറക്കമില്ല രാവും പകലും. അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ച് വളരെ അസ്വസ്ഥമായി, തല പൊട്ടിപ്പോകുന്ന വിഷമം, കണ്ണ് ഇമ ചേരില്ല. അമ്മയെ വിളിച്ചു ഞാൻ കരഞ്ഞു. എല്ലാവരെയും വന്ന് തുണയ്ക്കും. അമ്മ സഞ്ചാരി മാതാവല്ലേ, എന്തുകൊണ്ടാണ് എൻ്റെ സങ്കടം മാത്രം അമ്മ അവഗണിക്കുന്നത്, എനിക്കാവില്ല എന്ന് പറഞ്ഞ് അറിയാതെ ആ നിമിഷം ഞാൻ മയങ്ങി. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ എൻ്റെ വലത് കാലിൽ തട്ടി എന്നെ ഉറക്കി ഞാൻ കാണാൻ അനുവദിച്ചു. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും ഉറക്കമില്ലായ്മ എനിക്കുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ദേഹം മുഴുവനും ചുമന്ന് കുരുവായിട്ട് ഒരുപാട് നല്ല രസമുള്ള ചുമന്ന കുരുക്കൾ വരും. അതിന് അസഹ്യമായ ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടാകും. ചൂട് സമയമാണെങ്കിൽ ബോധം കെട്ടുപോകുന്ന പോലത്തെ വിഷമങ്ങൾ വരും. ഈ ചൊറിച്ചിൽ അലർജി ഏതാണ്ട് ഒരു 10 വയസ്സ് മുതൽ എനിക്കുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി, അത് ദേഹാസകലമായി. അപ്പോൾ ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചു, ഒരു 3 ദിവസത്തിനുള്ളിൽ ആ ചൊറിച്ചിലും ആ പുകച്ചിലും അടയാളങ്ങളും എൻ്റെ ദേഹത്തു നിന്നും പൂർണ്ണമായും ഒഴിവാക്കി തന്നു. പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ ഇടത് കൈയിൽ ഒരു മുഴ കണ്ടപ്പോഴേ തന്നെ കുരിശിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിനക്കറിയുമല്ലോ എനിക്ക് ആരുമില്ല, എല്ലാവരും പറയും പോലെയല്ല, എനിക്ക് ഒരാളും തുണയില്ല, ആരോടും പറയാൻ പറ്റില്ല, നിനക്ക് മാത്രമേ എന്നെ അറിയൂ, നീ ഇത് ഒഴിവാക്കി തരണമെന്ന് കുരിശിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിഞ്ഞില്ല. ഉച്ച കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആ മുഴയില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ വലത് കയ്യിൽ ഇവിടെ അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, ചുമന്ന പാട് വന്ന് കയ്യിൽ മുഴ വരുന്ന ഒരാളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ കുരിശിട്ട് തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ വരുമ്പോഴും ഒരു അല്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു അടയാളം പോലും കാണാനില്ല, മാഞ്ഞു പോയി. പിന്നെ എൻ്റെ കാലിൽ, ഈ വലത് കാലിൽ തന്നെ ഈ കണ്ടമാനം ചൊറിഞ്ഞിട്ട് ഈ കൊച്ചുകുട്ടികൾക്ക് ചൊറി വരും പോലെ ചുമന്ന് വരും. പിന്നെ അത് കറുത്ത പാടുകളാകും. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വളം കടിച്ച് ഉണ്ടാകുന്ന ചൊറിച്ചിൽ പോലെ വളരെ അസഹ്യമായ ചൊറിച്ചിൽ കൊണ്ട് നമുക്ക് ദാഹം വരെ വരും. അങ്ങനത്തെ ചൊറിച്ചിലായിരുന്നു. അപ്പോഴും ഇതുപോലെ അച്ഛൻ പറഞ്ഞു, കാലിലും ദേഹത്തെല്ലാം ചുമന്ന പാട് വന്ന് അത് കറുത്ത അടയാളങ്ങളായി മാറുന്നു, അവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ കാലിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു. അന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയത് എൻ്റെ കാലിലാണ്. ആ പാട് അശേഷം മാഞ്ഞു. എൻ്റെ കാല് നല്ല സുന്ദരമായിട്ട് ഇരിപ്പുണ്ട്, 2 കാലും ഒരുപോലെ.